അങ്ങനെ ദൃശ്യം 3 കണ്ട്. ഇത് നസീർ എൻ്റെ അഭിപ്രായം? രക്ഷയില്ല. ബർത്ത്ഡേ ആയിട്ട് ലാലേട്ടൻ നമുക്ക് ഗിഫ്റ്റ് തന്നത്. ഇത് ജിത്തു ജോസഫിൻ്റെ ഒരു മാജിക് ഉണ്ടല്ലോ, ആ നമ്മൾ 0 എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ നസീർ പോയത്. 0 എക്സ്പെക്റ്റേഷൻ. കാരണം നമുക്ക് ജോർജ് കുട്ടിനെയും കുടുംബത്തിനും ഒന്നും കൂടി സ്ക്രീനിൽ കാണാം, അത്ര മൈൻഡേ ഉള്ളൂ. ആ മൈൻഡിലാണ് പോയത്. അപ്പോൾ ജിത്തു ജോസഫിൻ്റെ ഒരു ക്രിയേറ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരുപാട് BGM ഇട്ട് ഒരുപാട് ഇങ്ങോട്ട് പഠിപ്പിക്കുന്ന പരിപാടിയില്ല. പക്ഷേ സ്ക്രീൻ പ്ലേയിൽ പുള്ളി കളിക്കുന്ന ഒരു കളിയുണ്ട്, അത് ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് മൈലേജ് കൊടുത്തിട്ടുണ്ട്. അത് സെയിം തന്നെ നമ്മൾ 1-ലും 2-ലും കണ്ട പോലെ തന്നെ ഇത് ഒരു ഇമോഷണൽ ഡ്രാമയാണ്. ഫാമിലി ഓൾറെഡി നമുക്കറിയാം എന്താ സംഭവിച്ചെന്നും ഫാമിലിക്ക് എന്ത് സംഭവിച്ചെന്നും ജോർജ് കുട്ടി സെക്കൻഡ് പാർട്ടിൽ എന്താ ചെയ്തതെന്നൊക്കെ നമുക്കറിയാം. ബട്ട് സ്റ്റിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പോഴാണ് ഈ ഫാമിലി ഇപ്പോൾ കടന്നു പോകുന്ന ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സിറ്റുവേഷനെ എത്രത്തോളം ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാം, എത്രത്തോളം നമുക്ക് ഒരു ഭീതി ഉണ്ടാക്കാം. ഈ ഫാമിലി ഇനി എന്ത് ചെയ്യും, ഈ കുട്ടികൾ വലുതായി അവരിനി എന്ത് ചെയ്യും, അങ്ങനത്തെ ഒക്കെ ഒരു റെസ്പോൺസിബിലിറ്റി, അങ്ങനത്തെ ഒരു അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അല്ലേ ഒരു ഫസ്റ്റത്തെ 20 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. യെസ്. ലാലേട്ടൻ നോക്കുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആ ടെൻഷൻ ഇങ്ങനെ ക്രിയേറ്റ് ആവുകയാണ്. ക്ലൈമാക്സ് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ്, അത് ഭയങ്കര 100% ഈ ദൃശ്യം ഫ്രാഞ്ചൈസിനോട് നീതി പുലർത്തിയ സിനിമ. അപ്പോൾ ഓവർ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ, ബട്ട് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 4th പാർട്ട്, എൻഡ് പാർട്ടിനാണ്. അത് ശരിക്കും ഒരു ഗംഭീര ത്രില്ലറായിരിക്കും. ഇതൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി എന്ത് എന്നുള്ള ഒരു ഇത് വരുത്തുന്ന രീതിയിലുള്ള ഒരു അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ 3-ാം പാർട്ടിന് കൊടുത്തിട്ടുള്ളത്. എക്സലൻറ്റ് മൂവി. ജിത്തു ജോസഫ് മാജിക്, മോഹൻലാൽ മാജിക്, ആശീർവാദ് മാജിക്, എങ്ങനെ വേണമെങ്കിൽ എല്ലാം കൊണ്ടും എവറിത്തിങ് ഇസ് ഫാൻറ്റാസ്റ്റിക്.